വർഷത്തെ പ്രയാണത്തിനിടയിൽ വലിയ മാറ്റങ്ങൾക്ക് IFFK വിധേയമായി. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും സംഘാടനത്തിലും കാണികളുടെ പങ്കാളിത്തത്തിലും കാലോചിതമായ മാറ്റങ്ങളുണ്ടായി. പ്രേക്ഷകരുടെ ഇഷ്ടയിടങ്ങൾ പോലും മാറി. IFFKയുടെ തുടക്കകാലത്ത് പ്രധാന വേദിയായിരുന്ന കൈരളി ശ്രീ തിയേറ്ററിലെ പടിക്കെട്ടുകളായിരുന്നു സിനിമ കാണാനെത്തുന്നവരുടെ പ്രിയ ഇടം. കവി അയ്യപ്പൻ സ്ഥിരമായിരിക്കുന്നതിലൂടെ അയ്യപ്പൻ പടിയായി അറിയപ്പെട്ടിരുന്ന കൈരളി ശ്രീ തിയേറ്ററുകളിലെ പടിക്കെട്ടുകൾക്ക് പക്ഷേ ഇപ്പോൾ പഴയ സ്റ്റാർഡമില്ല. ബാരിക്കേഡുകളും പോസ്റ്ററുകളും തിങ്ങി നിറഞ്ഞ് ആർക്കും ഇരിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിയിരിക്കുന്നു. ഇടയ്ക്ക് തിയേറ്റർ പുതുക്കിപ്പണിതപ്പോൾ പടിയുടെ പ്രതാപം അവസാനിച്ചു. IFFKയുടെ പ്രധാന വേദി ടാഗോർ തിയേറ്ററിലേക്ക് മാറ്റിയതോടെ ഡെലിഗേറ്റുകൾ തമ്പടിക്കുന്നതിന് ഒരു പുതിയ സ്ഥലവും രൂപപ്പെട്ടിരിക്കുന്നു. ടാഗോർ തിയേറ്ററിലെ മുൻ ഗേറ്റിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന കൈവരികളാണ് ഇപ്പോഴത്തെ ചലച്ചിത്ര ചർച്ചാ സ്ഥലങ്ങൾ. കൈവരികൾ സ്ഥിരമായി സ്വന്തമാക്കിയവരുമുണ്ട്. നടന്മാർ, അണിയർ പ്രവർത്തകർ എല്ലാവർക്കും ഇഷ്ടം ടാഗോറിലെ കൈവരികൾ തന്നെ. മുൻവർഷങ്ങളിൽ കൈവരികൾക്ക് സമീപം താൽക്കാലിക കടകൾക്ക് സ്ഥലം അനുവദിച്ചിരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നുവെന്ന് ഡെലിഗേറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഈ കൈവരിന്റെ മുമ്പിലായിരുന്നു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കൈവരിയിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പ്രാവശ്യം അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയ്ക്കിടയിൽ മറ്റൊരു സിനിമയ്ക്കിടയിലൊക്കെ നമ്മൾ വന്നിരുന്ന് ഈ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലം ഇതാണ്. പിന്നെ ഈ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ IFFKയിൽ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് എല്ലാവരും വാച്ച് ചെയ്യുകയും ചെയ്യാം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കൈരളി ശ്രീയിലെ പടിക്കെട്ടുകൾക്ക് പകരം ടാഗോറിലെ കൈവരികൾക്കും ഇനിയുമേറെ കഥ പറയാനുണ്ടാകും. ഇനിയുമേറെ കാലം മുന്നോട്ടു പോകുമ്പോൾ പുതു ഇടങ്ങൾ രൂപപ്പെട്ടേക്കാം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ.